ക്ലാസ്സിലേക്ക് ഉണ്ടായിരുന്നോ? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ, ഞങ്ങൾ ആരെയും കണ്ടില്ല. ജെന്നി എവിടെ? അവളെവിടെ? അവളെ എനിക്കൊന്ന് കാണണല്ലോ. ക്ലാരയോ? എന്നാ നിങ്ങൾ കേട്ടോ, അവർ രണ്ടുപേരും ഇനി ഈ സ്കൂളിൽ ഉണ്ടാവില്ല. അതെന്താ? അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. ഞാനിപ്പോ ഒന്നും മനസ്സിലാക്കി തരുന്നില്ല. അവർ ഇവിടുന്ന് പോണെങ്കിൽ അതിന് നല്ല തക്കതായ ഒരു കാരണം കാണും. ആ കാരണം നിങ്ങൾക്ക് കിട്ടുന്ന പണിയെന്ന് കരുതിക്കോ. ഞങ്ങൾക്ക് കിട്ടുന്ന പണിയോ? എന്ത് പണി? പണിയാണ് എന്ന് കൂട്ടിക്കോ. ഇനി ക്ലെയറയും ജെന്നിയും ഈ സ്കൂളിൽ നിന്നല്ല ഇവിടെ തന്നെ കാണില്ല. അവര് നെക്സ്റ്റ് മന്ത് ഗൾഫിൽ പോകും. അല്ല, അപ്പൊ നീയോ? എനിക്ക് നാട്ടിൽ പഠിക്കാൻ ആഗ്രഹം. ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ ഇവിടെ നിൽക്കും. മമ്മിയും അവളും കൂടി പോകും. പിന്നെ മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ക്ലെയറുടെ അമ്മ. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് ഗൾഫിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ, അപ്പൊ നീ ഇവിടെ ഉണ്ടാവോ? ഞാൻ ഇവിടെ ഉണ്ടാവും. നീ എന്താ കരുതിയെ ഞാൻ പോകുന്നാണോ? ഏയ്, അങ്ങനെയല്ല ചോദിച്ചതാ. നീ ഇവിടെ ഒറ്റയ്ക്ക്. പക്ഷേ എങ്ങനെ ജെന്നിയും ക്ലാരയും? അവർക്ക് ഞങ്ങളെ കിട്ടി പണി തരാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ എങ്ങനെ അവരിവിടുന്ന് പോവാ? അവർക്ക് അതൊക്കെ നല്ല ഇഷ്ടമാ. പക്ഷെ അവരെക്കാളും പവറിൽ ഒരാളെ ഈ സ്കൂളിൽ ഉണ്ടാവുന്നത് അവർക്ക് പിടിക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പോയി. ഈ സ്കൂളിലെ പിടിപാടും അത്യാവശ്യം പണവും കൊടുത്ത നല്ലതുപോലെ ആളാവും ഷൈൻ ചെയ്യാം. അത് ഇവർ രണ്ടുപേരും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ വേറൊരാൾ വരാൻ പോവാ. അങ്ങനെ ഒരാളോ? അതാരാ? ഇനിയിപ്പോ അങ്ങനെ ഒരാൾ വരാണെങ്കിൽ തന്നെ അവര് 3 പേർക്ക് ഫ്രണ്ട്സ് ആയ പോരെ? അവരെന്നെ പേടിച്ചോടുന്നു. അവര് പേടിച്ചോടുന്നില്ല. മറ്റേ സ്കൂളിൽ പോയാലേ ഇവിടെ കിട്ടുന്നതിന്റെ വില അവർക്ക് കിട്ടും. ഗൾഫിൽ പോയാൽ അതിലേറെ കിട്ടും. എന്തുകൊണ്ട് ബെറ്റർ ഈ സ്കൂൾ വിടാണ്. അതുകൊണ്ട് അവർ പോയത്. പേഴ്സണലി ഇങ്ങോട്ട് വരാൻ പോകുന്നവളെ എന്റെ അനിയത്തികൾക്ക് ഇഷ്ടമല്ല. ബട്ട് എനിക്ക് അവളെ ഇഷ്ടമാ. അവളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമാ. അവളുമായി ഞാൻ കൂട്ടാവും. അതേതാ കുട്ടി? അല്ല, അവള് നമ്മുടെ ക്ലാസ്സിലേക്കാ? 6th ഓ, അപ്പൊ എങ്ങനെ നീയുമായി കൂട്ടാവാ? എനിക്ക് അവളെ ആവശ്യമുണ്ട്, അതന്നെ. അല്ല, 2 ക്ലാസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് ആയിപ്പോ? അല്ല, സാധാരണ ഈ 6th എല്ലാരും കൂടി കമ്പനി ആവരല്ലേ. അതൊക്കെ ഈ വലിയ താത്ത എന്തിനാ വരുന്നേ? ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്നല്ല പറഞ്ഞേ, എന്റെ ജസ്റ്റ് ഫ്രണ്ട്. അതായത് എനിക്ക് സഹായം ചോദിക്കാൻ ഹെൽപ്പ് തരുന്നവൾ ആക്കി എടുക്കും ഞാൻ അവളെ. അവളെ എനിക്ക് വേണം. അവൾ ഈ സ്കൂളിൽ വേണ്ടപ്പെട്ടവളാ. അപ്പൊ അവൾ എനിക്ക് വേണ്ടപ്പെട്ടതാ. ഏതാണ് ഈ അവള്? ഇച്ചപ്പി, എത്ര കാലായി നിന്നെ കണ്ടിട്ട്. ദേവു എവിടെ? ദേവു ചേച്ചി അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ട്. ആ റോസ് ഇട്ട് അലമ്പുന്നുണ്ട്. ചേച്ചിയെ, റോസ് എവിടെയാ? ആ കോറിഡോറിന്റെ അവിടെ ഉണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. അല്ല, ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്ന സ്റ്റുഡന്റിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടാനോ. അതെന്താ, അവളുടെ കയ്യിൽ വല്ല ആറ്റബോംബുണ്ടോ? സംഭവം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് തരാൻ കാരണം, പേഴ്സണലി എനിക്ക് നിങ്ങളോട് 2 പേരുടെയും ഒരു ദേഷ്യവും ഇല്ല. നിങ്ങൾക്ക് ദോഷം വരുന്നതും നല്ലത് വരുന്നതും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഒന്ന് സൂക്ഷിച്ചേക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല, അപ്പൊ നിനക്ക് പേഴ്സണലി ദേഷ്യം എന്നോടും ദേവനോടുവാ? കറക്റ്റ്. എനിക്ക് പേഴ്സണലി ദേഷ്യം നിന്നോടും ദേവനോടും തന്നെയാ. കഴിഞ്ഞേറെ എനിക്ക് നിങ്ങളോട് ഇത്ര ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഈ ഒരു ഫസ്റ്റ് ഡേത്തിൽ ഞാൻ കണ്ടത് ഞാനൊന്നും പറയുന്നില്ല. നീ എന്താ കണ്ടേ? ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, എനിക്ക് പേഴ്സണലി നിന്നോടും ദേവനോട് ദേഷ്യമുണ്ട് എന്ന് കരുതി അത് നിന്റെ അനിയത്തിമാരോട് തീർക്കാൻ മാത്രം കൂടിയൊന്നുമല്ല ഞാൻ. അതാണ് പവറ്. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ആർക്കും ദേഷ്യമൊന്നും പാടില്ല എന്ന് കരുതി എന്നെ അങ്ങോട്ട് ചൊറിയാൻ പാടില്ലേ. പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കും. ഞങ്ങൾ ചൊറിഞ്ഞൊന്നല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ. അല്ലല്ല, ഞങ്ങളുടെ ചേച്ചിമാരെ പാറ്റത്ത് നിങ്ങൾ ഞങ്ങൾക്ക് എന്തിനാ? കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ പോകുന്നു. കുറച്ചുകൂടെ എന്റെ മോനെ ബെൻസ്. ഈ അപ്പാപ്പന് വരാനാണോ ഇത്രയും ഷോ? അതേതൊരു കാര്യം മാത്രം. അത് അപ്പാപ്പ മാത്രമല്ല, വേറെ ആരോ ഉണ്ട്. എന്താ ഈ അപ്പാപ്പന്റെ സ്റ്റൈല്? താടി മുടിയൊക്കെ നരച്ചു, ഷോക്കൊരു കുറവില്ല. ഞങ്ങളെപ്പോലെയുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയാ. ഇവര് നിങ്ങളെക്കാളും റിച്ചാ. അതൊരു നഗ്നമായ സത്യം. Where is the office room? ഓഫീസ് റൂം ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ മതി. Oh my god, the children are very foolish. They don't know how to behave to rich peoples. അതിന് കാശുണ്ടെന്ന് കരുതി ഞങ്ങൾ എങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യണം? അല്ല, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും എല്ലാവരും ബിഹേവ് ചെയ്യാം. ഏയ്, എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എല്ലാം കിടക്കും താഴെ. നിങ്ങളാണ് ഞങ്ങൾ തല്ലാൻ? എന്നെ നിങ്ങൾക്ക് അറിയില്ലേ? കേരളത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ. ഗൂഗിളിൽ പോയി എന്റെ പേരടിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാകും ഞാൻ ആരാണെന്ന്. കോടികളുടെ ആസ്തിയുള്ളവനാ ഞാൻ. എടി ജൂലി, നീ നിന്റെ മമ്മിയുടെ ആരെങ്കിലും ആണോ? എന്റെ മമ്മിക്ക് കോടിയുടെ ആസ്തിയൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ലക്ഷങ്ങളുടെ ആസ്തിയുള്ളൂ. അതും ആവറേജ്. കേരളത്തിലെ 1ാമത്തെ പണക്കാരൊന്നുമല്ല. അല്ല, 100-ൽ പെട്ടെങ്കിൽ പെട്ട്. പക്ഷെ നിന്റെ മമ്മിയുടെ ഹുങ്ക് കണ്ട ഇയാളെക്കായും വലിയ പൈസക്കാരനാന്ന് വിചാരിക്കും. പക്ഷെ ഇയാൾ 1.5 പൈസക്കാരനാണല്ലോടി.
കേരളത്തിലുള്ള ഏറ്റവും ടോപ്പസ്റ്റ് ബിസിനസ്മാനായ എന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഗ്രാൻഡ്പാ ഇവരൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് പോവാം. അവൾ ആര്? ഡിയർ ചൈൽഡ്, നീ ഒരിക്കലും ഇവരോട് കൂട്ടുകൂടല്ലേ പ്ലീസ്. നെവർ ഗ്രാൻഡ്പാ, നെവർ. എന്റെ ഗ്രാൻഡ്പയെ ഇൻസൾട്ട് ചെയ്ത ഇവരെന്തും ഞാൻ ഒരിക്കലും കൂട്ടുകൂടില്ല. ഞങ്ങൾ എന്ത് ഇൻസൾട്ട് ചെയ്തെന്നാ നിങ്ങൾക്കറിയില്ല. എന്റെ ഗ്രാൻഡ്പയെ നിങ്ങൾ ഓഫീസ് റൂമിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ബട്ട് നിങ്ങൾ വഴി പറഞ്ഞു തന്നു. ഉള്ള വഴി പോക്കരും വഴി ചോദിച്ചാൽ പറഞ്ഞു തരുന്ന പോലെ എന്റെ ഗ്രാൻഡ്പയെ നിങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. കാരണം ഈ സ്കൂളില് എന്റെ ഗ്രാൻഡ്പ മന്ത്ലി ഡൊണേറ്റ് ചെയ്യുന്നത് ലക്ഷങ്ങളാണ്. ജോലി ചേച്ചി, നിങ്ങളുടെ മമ്മി ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? അഞ്ചിന്റെ പൈസ സ്കൂളിൽ കൊടുക്കാറില്ല. ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഞാനൊന്നും പറയുന്നില്ല. വലിയ PTA ഫണ്ട് കൂടുതൽ കൊടുക്കുന്നില്ലാതെ ഇവരുടെ പോലെ മാസ ലക്ഷങ്ങളൊന്നും ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യാറില്ല. വെറുതെ അല്ല ജെന്നി ഇവിടെ ഓടിയത്. നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്യുന്നേ? എന്നെ ഓഫീസ് റൂമിൽ എത്തിക്കേ. എത്ര നേരമേ ഞാൻ ഈ പറയുന്നു? അല്ലേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് നിങ്ങൾക്ക് മാനത്ത് കാണാൻ പറ്റില്ല. സോറി, നിങ്ങൾ ഇപ്പൊ കൊണ്ടാക്കി തരാം. ഓ ഗ്രാൻഡ്പാ, ഇവരൊക്കെ ഫൂളിസ്റ്റുകളാണ്. നമുക്ക് പോവാം. മോളെ, നിന്നോട് ഞാൻ വല്ല പ്രൈവറ്റ് സ്കൂളിൽ ചേർന്നാ മതി എന്ന് പറഞ്ഞതാ. ഇതുപോലെയുള്ള ലോ ക്ലാസ്സുകളുടെ കൂടെ പഠിക്കേണ്ടവളല്ല നീ. ബട്ട് ഗ്രാൻഡ്പാ, എനിക്ക് ഇങ്ങനത്തെ സ്കൂളുകളെ ഇഷ്ടം. ഞാനിവിടെ 3ാം ക്ലാസ് വരെ പഠിച്ചതല്ലേ. ഐ വോണ്ട് ടു കണ്ടിന്യൂ മൈ ഓൾ സ്റ്റഡി ഇൻ ദിസ് സ്കൂൾ. അതിനർത്ഥം ഇവിടെ ഈ അടുത്തൊന്നും പോവില്ല എന്നല്ലേ? കുട്ടികളെ നിങ്ങളോടാ പറഞ്ഞ ഓഫീസിലേക്കുള്ള വഴി കാണിച്ചു തരാൻ. ഡ്രൈവർ, കാർ മാറ്റിയിട്. ഈ കുട്ടികളൊക്കെ വേണമെങ്കിൽ അതിമ കയറി കളിക്കും. സർ, സി, ഞങ്ങൾ അത്രയ്ക്ക് പേട്ട കുട്ടികളൊന്നുമില്ല. നിങ്ങളുടെ കാർ കയറി മാന്താനൊന്നും ഞങ്ങൾ നോക്കില്ല. ധിക്കാരം പറയുന്നോ? നമുക്ക് പോവാം. ഇവർക്ക് ഓഫീസ് കാണിക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്കിൾ, ഞാൻ കാണിച്ചുതരാം. എന്നാ പെട്ടെന്ന് കൊണ്ടുപോകുട്ടി, നിക്കാതെ. തൊണ്ടയുടെ മോന്തടിക്കുന്നത് കൊടുക്കുന്നു. എന്താ അങ്കിൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ എന്ന് പറയായിരുന്നു. അങ്കിളോ? ആരുടെ അങ്കിള്? എന്നാ സർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറയായിരുന്നു. വരൂ സർ, ഓഫീസ് റൂം കാണിച്ചു തരാം. വരൂ സർ.